എനിക്ക് പിന്നെ ഞാൻ ഒരു ടൈമില് ഐ യൂസ് ടു ടീച്ച് ചെറിയ സ്റ്റുഡൻസിന് ആൻഡ് അവര് കാനഡയിൽ ഉള്ള കുട്ടികളാണ്, ലൈക്ക് അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. ആൻഡ് ഒരു പ്രാവശ്യം അവരുടെ മദറിന്റെ കൺസേൺ ആണ് വാട്ട് ഷീ സെഡ് ടു മീ ഈസ് കാനഡയിലത്തെ ടീച്ചിങ് അവര് പ്രഷറൈസ് ചെയ്യാറില്ല. ഇങ്ങനെ തല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ടീച്ചിങ് വെച്ച് നോക്കുമ്പോൾ കാനഡ ടീച്ചിങ് ഇച്ചിരി വ്യത്യാസമാണ്. അപ്പൊ ഇവിടുത്തെ ടീച്ചിങ് ആയിട്ട് അങ്ങനത്തെ രീതിയിൽ പ്രഷറൈസ് ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പഠിപ്പിച്ചാലാണ് കുട്ടികൾ പഠിക്കുള്ളൂ. അങ്ങനെ ഒരു തോട്ടായിരുന്നു അവിടുത്തെ ഒരു അമ്മയ്ക്കും. സത്യം പറഞ്ഞാൽ അമ്മയുടെ കൺസേൺ എന്ന് വെച്ചാൽ മോൻ പഠിക്കുന്നില്ല, ഇവിടുത്തെ ടീച്ചിങ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പഠിച്ചിരുന്നു, അങ്ങനെ തോട്ടാണ്. അപ്പൊ ഈ പ്രഷറൈസിങ് കൊടുത്താലാണ് കുട്ടികൾ പഠിക്കുള്ളൂ എന്നുള്ളൊരു തോട്ട് ആദ്യം തന്നെ കുട്ടികളെ വേറൊരു സ്പീഷീസ് ആയിട്ട് കാണല് നിർത്തുക. നമ്മളെ പോലെ അവര് കുറച്ച് ചെറുതാന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് കാണില്ലേ, നമ്മളെ പോലെ എല്ലാരും എല്ലാത്തിലും അങ്ങ് ഏബിൾ അല്ല. നമ്മുടെ ഇവിടെ തന്നെ പല തരത്തിലുള്ള മുടിയുള്ളവരുണ്ട് എന്ന് പറയണ പോലെ നമ്മളെക്കാൾ കുറച്ച് പൊക്കം കുറഞ്ഞ, നമ്മളെക്കാൾ ചെറുതായിട്ടുള്ള, എന്നാൽ നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ് ഇവര്. അപ്പൊ അവരെ പ്രഷറൈസ് ചെയ്താലേ അല്ലെങ്കിൽ തല്ലിയാലേ അങ്ങനൊന്നും അല്ല. ഇപ്പൊ നമ്മൾ ഒരാളിട്ട് തല്ലിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, എനിക്ക് തല്ലുള്ളതിനേക്കാൾ ഇഷ്ടം അയാൾ പറയുന്ന അങ്ങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ ഒരാൾ എന്തെങ്കിലും അങ്ങനെ പേടിപ്പിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. നമ്മുടെ സർവൈവൽ നമുക്ക് മുഖ്യമാണ്. എന്ന് പറയുന്ന പോലെ തന്നെ ഒരാളെ മുറിയിലിട്ട് പൂട്ടിയിട്ട് അച്ഛനും അമ്മയായിട്ട് രണ്ടുപേരും നിൽക്കുകയാണ്. ലോകത്തിലേക്ക് എവിടേക്ക് ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്കില്ല, എവിടെ പോകണമെന്ന് അറിയില്ല, അതിനുള്ള പൈസ ഇല്ല, അതിനുള്ള ശരീരം പോലും ഇല്ല, ഇത്രയേ ഉള്ളൂ. അതിനെ തല്ലിയാ പിന്നെ അത് അനുസരിക്കില്ലേ? അത് സ്വാഭാവികമല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പറഞ്ഞ് തല്ലി ചെയ്യിപ്പിക്കാന്നുള്ളതല്ല. ആൾക്ക് ഇഷ്ടമുണ്ടാവും എന്തെങ്കിലും പഠിക്കാൻ, അത് എന്താണെന്നൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ അവർ സ്വാഭാവികമായി പഠിച്ചോളൂ. തനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം തനിക്ക് പഠിക്കാൻ തന്നാ പഠിക്കൂലേ? അതെ, അത് പഠിക്കാൻ തരണോ? നമ്മൾ തന്നെ പോയി അന്വേഷിക്കും, ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഞാൻ പോയി ചെയ്തോട്ടെ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അപ്പൊ അതിലേക്ക് അവരെ എത്തിക്കാൻ ശ്രമിച്ചാൽ അവരെ പിന്നെ നിർബന്ധിക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട. എല്ലാ മനുഷ്യരും ആർ ബോൺ വിത്ത് സംതിങ്. എന്തോ ഒരു സ്കില്ല് ഉണ്ട് അവർക്ക്. അതൊന്ന് അനലൈസ് ചെയ്യാനുള്ള സമയം അവർക്ക് കൊടുത്താൽ മതി. ആരും ജനിക്കുമ്പോഴേ ഞാനൊരു മടിയനാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാറില്ല, അല്ലെ മടിച്ചായിട്ട് കുത്തിരിക്കണം, ഇങ്ങനെ ഒരു ഡ്രീം ഒരാൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് യു പ്രൊവൈഡ് ദം വിത്ത് എവറിഥിങ്. എല്ലാം ഉണ്ട് വീട്ടില്, ലക്ഷറി ഉണ്ട്, ഫുഡ് ഉണ്ട്, കാർ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ ചോയ്സ് എനിക്ക് എന്തിനാ ഇനിയിപ്പോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഇതൊക്കെ ഒരു മിനിമം രീതിയിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു എയിം കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ എന്തെങ്കിലും ഒരു എയിം ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല അത്രയും പൈസ ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യരും എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി കാണിക്കാനാ ശ്രമിക്കുക. എവ്രി വൺ വാണ്ട്സ് ടു ഹാവ് എൻ ഐഡന്റിറ്റി. ഞാൻ ഇന്നത് ചെയ്യുന്ന ആളാണ് എന്ന് സ്വയം പറയാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. നമ്മളതിനാ അത് ഇങ്ങനെ അടിച്ചും തല്ലിയും പീഡിപ്പിച്ച്, അപ്പൊ ആ കൊച്ചിന് നമ്മളോട് വെറുപ്പുണ്ടാവുക, ഈ അച്ഛനും അമ്മയോടും, അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കൂല. ഇപ്പൊ ഈ ഒരു നിർബന്ധിച്ച് അല്ലെങ്കിൽ ലിമിറ്റേഷൻ വെക്കുന്നോണ്ടാണ് ഒരു ബാഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോ എനിക്കൊരു ലിമിറ്റേഷൻ വെച്ച് അത് ബ്രേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ പലപ്പോഴും നമുക്ക് പല സംഭവത്തിലും ചെന്ന് ഈ കുട്ടികൾ പെടുന്നതിന്റെ റീസൺ, ഇപ്പൊ ഡ്രഗ്സ് ആയാലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയാലും കുട്ടികൾ പെടുന്ന റീസൺ ഇതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഇപ്പൊ ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങളിൽ ലിമിറ്റേഷൻ വെക്കുക എന്നുള്ളതിനേക്കാളും എനിക്ക് തോന്നിയിട്ടത് ഇതിലേക്ക് എത്തുന്നതിന്റെ ഒരു ബേസിക് റീസൺ അനലൈസ് ചെയ്താൽ അത് ഭയങ്കര രസമാണ്. അതെന്തുകൊണ്ട് ആ വഴിക്ക് ആരും ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ട്, അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്ക്, കുട്ടികളോട് ഇതുപോലെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കിടുന്നു. ഒരു സമാധാനം വേണ്ടേ എല്ലാ മനുഷ്യനും? അപ്പൊ വീട്ടിലിരിക്കുമ്പോ അത് കിട്ടുന്നില്ല. കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കത് കിട്ടുന്നത്. പക്ഷെ ഈ പോയിരിക്കുന്ന കൂട്ടുകാർ എന്ന് പറയുന്ന ആളൊരു അഡൽട്ട് അല്ല, ആ കൊച്ചിന്റെ അതേ പ്രായമുള്ള ഒരാളാന്ന് വിചാരിക്കുക. അപ്പൊ വീട്ടിൽ ആ സമാധാനം കൊടുക്കാത്തോണ്ടാണല്ലോ അവിടെ പോയി ഇരിക്കേണ്ടി വന്നത്. അപ്പൊ ആ ഇരിക്കുന്ന ആള് അങ്ങനെ ഒരു 10 പേര്, ഈ 10 പേർക്കും വീട്ടിൽ സമാധാനം ഇല്ല. 10 പേര് കൂടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവര് തീരുമാനിക്കുകയാണ്, നമുക്ക് സമാധാനം തരാൻ പറ്റുന്ന ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഇതാണ് ആ സാധനം, ഇതൊന്ന് വലിച്ചു നോക്കിയാൽ നമുക്ക് സമാധാനം, അല്ലെ ഇതൊന്ന് തിന്നു നോക്കിയാൽ സമാധാനം ഉണ്ടോ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ട്രൈ ചെയ്യുന്നതാണ്. ഓർക്കണം, ആ കൂട്ടത്തിൽ ഒരു അഡൽട്ട് ഇല്ല, ആ 10 പേർക്കും അതേ പ്രായമാണ്. പിന്നെ ഇതിൽ നിന്ന് മുതിർന്നു പോയ ഒരു അഡൽട്ട് ആയിരിക്കും ചിലപ്പോൾ ഇത് സപ്ലൈ ചെയ്യുന്നത്, പക്ഷെ അയാളും ഇതിൽ നിന്നാ പോയിരിക്കണേ, അയാളുടെ വീട്ടിലും സമാധാനം ഉണ്ടായിരുന്നില്ല. സോ ദ വേ ടു സ്റ്റോപ്പ് ദിസ്, അപ്പൊ അത് ആ സമാധാനം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഇവരുടെ ബാഗ് ചെക്ക് ചെയ്ത് ഇവരെ അടിച്ച് തല്ലി ചെയ്താൽ, ഇപ്പൊ തന്റെ അടുത്ത് തനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയാണ്, അതിനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാ? അത് ചെയ്യാനുള്ള ടെൻഡൻസി എന്നെ കാണിക്കാതെ ചെയ്യും, അത്രല്ലേ ഉള്ളൂ. ഈ ലോകത്തിൽ എത്ര സ്ഥലം അവിടെ പോയിരുന്നു ചെയ്തു എന്ന് കരുതി അതിനുള്ള പെർപ്പസേ ഞാൻ ഇല്ലാണ്ടാക്കിയാലോ?
ആ. അവിടെ പോയി ഇരിക്കുമ്പോ കിട്ടുന്ന അതേ സന്തോഷം, സമാധാനം, അത് ഞാൻ എന്നോട് മിണ്ടുമ്പോ ശരിയാക്കിയാലോ? അപ്പൊ അപ്പൊ പിന്നെ അവിടെ പെർപ്പസ് തീർന്നില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു സമാധാനാണോ? അതെ, പീസ് ഓഫ് മൈൻഡ് ആണോ? നിങ്ങൾ എന്താണ് ആ സാധനം കഴിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? അത് ദേ വീട്ടിലുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാന്നുള്ളതാണ് ഒരു parents അതെന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? വീണ്ടും ഇപ്പൊ പോലീസുകാർ പറയുന്ന ക്യാമ്പയിനിൽ ഞാൻ കണ്ടൊരു കാര്യം, നിങ്ങൾ കുട്ടികളുടെ ബാഗ് സ്ഥിരമായി ചെക്ക് ചെയ്യണം അത്രേ. നിങ്ങൾ കുട്ടികളെ കുറച്ചുകൂടി സമയം ഇത്ര ഇതല്ല വേണ്ട, നിങ്ങൾ കുട്ടിയോട് എങ്ങനെയാ പെരുമാറുന്നത് എന്നൊന്ന് ചോദിക്കൂ. കാരണം കുട്ടികളുടെ കയ്യിൽ പൈസ ഇല്ല, ആ പൈസയൊക്കെ അവർ കട്ടെടുക്കുന്നതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലും നമുക്ക് അറിയില്ല. എന്താ ഇത്രയ്ക്ക് അത്യാവശ്യം ഇത് ഫുഡൊന്നും അല്ലല്ലോ തിന്നില്ലെങ്കിൽ നമുക്ക് വിശക്കാൻ. അപ്പൊ അവരെന്തിനാ അത് അന്വേഷിച്ചു പോയേ? ആ റീസൺ എന്താ ഇവിടെ ആരും ചോദിക്കാത്തെ? അതിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നില്ല 100% കറക്റ്റ് ആയിട്ട് വളർത്തുന്ന കുട്ടികൾക്ക് ഒരിക്കൽ പോലും അവരിത് ട്രൈ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ ട്രൈ ചെയ്താലും അവർ അഡിക്റ്റ് ആവില്ല. ഇപ്പൊ താൻ പറഞ്ഞ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെയ്യായിരിക്കും, പക്ഷെ അവരൊരു സമാധാനത്തിന് വേണ്ടി അത് ചെയ്യില്ല. കാരണം അവർക്ക് സമാധാനം ഓൾറെഡി ഉണ്ട്, എന്തിനാ അതാ വരുന്നേ. അപ്പൊ അതിനെ ഒരു എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഞാൻ മൈത്രേന്റെ ആണോന്ന് അറിയില്ല, ഒരു വീഡിയോ കണ്ടതിനകത്ത് ഇത് കൃത്യമായി ഉപയോഗിക്കാനുള്ള ഒരു വേറെ വഴിയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കത് അറിയില്ല, പക്ഷെ ചിലപ്പോ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ മദ്യമാണെങ്കിൽ പോലും മോശമായിട്ടും അതിന്റെ ഫലം ഉണ്ടാവാൻ അത് കഴിക്കുന്ന എത്രയോ പേര് നല്ല രീതി ബിഹേവ് ചെയ്യുന്നവരുണ്ട്. മെഡിസിൻ ആയിട്ട് എടുക്കാം. മെഡിസിൻ ആയിട്ടല്ല, ഒരു ഫണ്ടിന് വേണ്ടി, ഒരു പ്ലഷറിന് വേണ്ടി എത്ര പേര് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പാർട്ടീസിലൊക്കെ പോയിട്ട്. എന്നാ അത് കുടിച്ച് മോശമാവുന്നവരില്ലേ? അതെ. അപ്പൊ ഈ മോശമാവുന്നവരെ കണ്ടിട്ട് മദ്യം മോശമെന്നല്ല പറയേണ്ടത്, അത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയണം. അയാൾ ചിലപ്പോ എന്തെങ്കിലും മറക്കാനായിരിക്കും അത് കുടിക്കുന്നേ. എന്തിനാ ഈ മറക്കാൻ കുടിക്കുന്നേ? എന്താ ഈ മറക്കുന്നേ? അപ്പൊ എന്തുണ്ടില്ലേ അവിടെ? മറക്കാനുള്ള എന്തോ ഇല്ലേ? അതിനുള്ള സൊല്യൂഷൻ കൊടുത്താൽ അയാൾ ചിലപ്പോ കുടിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞു, അയാൾ കുടിക്കും, പക്ഷെ ഒന്നും മറക്കാനായിരിക്കില്ല, എൻജോയ് ചെയ്യാൻ കുടിക്കും. അതെ, ഒരു ഹാം ആയിട്ടുള്ള ഒരു എഫക്റ്റും വരത്തില്ല. അത്രേ ഉള്ളൂ.